ഒരു കഥ പറയാം. കൽവാത്തി കനാലിന്റെ തീരത്ത് 20 ഏക്കറുകളിലായി പരന്നു കിടക്കുന്ന ഒരു പ്രദേശം. കൊച്ചിയുടെ ചരിത്രത്തിൽ തന്നെ ചെറുതല്ലാത്ത സ്ഥാനമുള്ള ഒരു ദ്വീപ്. പണ്ട് കാപ്പിരി തുരുത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രദേശം അറിയപ്പെടുന്നത് തുരുത്തി എന്നാണ്. പറഞ്ഞു വരുന്നത് തുരുത്തിയുടെ ചരിത്രത്തെക്കുറിച്ചൊന്നുമല്ല, ചില മനുഷ്യരെക്കുറിച്ചാണ്, അവരുടെ ജീവിതങ്ങളെക്കുറിച്ചാണ്, സ്വപ്നങ്ങളെക്കുറിച്ചാണ്. പൊട്ടിയത് അതിൻ്റെ തിണ്ണയാണ്, അടക്കലിൻ്റെ ഭാഗത്താണ്. വെള്ളം കയറലുണ്ട്. നമ്മളെ ഇവിടെ തന്നെ ബുദ്ധിമുട്ടിലാണ്. മുൻപ് കൊച്ചിയുടെ പല ഭാഗങ്ങളിലായി വളരെ പരിതാപകരമായ അവസ്ഥയിൽ താമസിച്ചിരുന്ന വിവിധ കുടുംബങ്ങളെ കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഒരു കുടക്കീഴിലാക്കി. വിവിധ കുടുംബങ്ങളെ ഒരു കോളനിയിലാക്കി. അങ്ങനെ നിരവധി കോളനികൾ കൊച്ചിയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. അതിലൊന്നാണ് മെഹബൂബ് കോളനി. പക്ഷേ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇന്ന് ഇവിടം വാസയോഗ്യമല്ലാത്ത നിലയിലാണുള്ളത്. ഇതിനും ഒരു പരിഹാരം വേണ്ടേ? അതാണ് തുരുത്തിയിലെ ഇരട്ട ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഭവന പുനരധിവാസ പദ്ധതികളിലൊന്നാണ് ഫോർട്ട് കൊച്ചി തുരുത്തിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ്. രാജീവ് ആവാസ് യോജന പദ്ധതി പ്രകാരം 2014 തുടക്കം കുറിച്ചെങ്കിലും നിർമ്മാണം പാതി വഴിയിൽ നിലച്ചിരുന്നു. പിന്നീട് കൊച്ചി കോർപ്പറേഷന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമായാണ് 85 കോടിയിലധികം രൂപയുടെ പദ്ധതി പൂർത്തിയാക്കിയത്. ഭവനരഹിതരായ 398 കുടുംബങ്ങൾക്കാണ് തലചായ്ക്കാൻ ഒരിടം ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സെപ്റ്റംബർ 27 ഫ്ളാറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതോടെ പതിറ്റാണ്ടുകളായി ഭവനരഹിതരായ പാവപ്പെട്ട മനുഷ്യരുടെ സ്വപ്നമാണ് പൂവണിഞ്ഞത്. 2013 ഡിസംബർ 29 UP ഗവൺമെന്റിന്റെ അവസാനത്തെ സെൻട്രൽ സാങ്ഷൻ കമ്മിറ്റിയിൽ 67 കോടി രൂപ തുരുത്തി പദ്ധതിക്ക് അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ്. ഇവിടെ 398 കുടുംബങ്ങൾ, അതിൽ 64 കുടുംബങ്ങൾ മെഹബൂബ് പാർക്കിൽ താമസിക്കുന്ന ആളുകളാണ്. ഒരേ മാസങ്ങളിൽ ഇതിൻ്റെ വളർച്ച, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം, ഇതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ഒരു മാസം റിവ്യൂ നടത്തി ബഹുമാനപ്പെട്ട മേയർ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയൊരു പ്രവർത്തനമാണ് നമുക്ക് ഈ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചത്. കൊച്ചിയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഓരോ ഫ്ളാറ്റുകളുടെയും രൂപകൽപ്പന. LNG ടെർമിനൽ, അറബിക്കടൽ, ഫോർട്ട് കൊച്ചി ബീച്ച്, ഗോശ്രീ ബ്രിഡ്ജ്, മറൈൻ ഡ്രൈവ് തുടങ്ങിയവയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ഈ ഫ്ളാറ്റിൽ നിന്നാൽ കാണാൻ സാധിക്കും. അങ്ങനെ കിടക്കാലോ, ഇവിടെ ആൾക്കാരെ കണ്ടിരിക്കുക. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തിലാണ് അമ്മ. കൺമുന്നിലുള്ള ഇരട്ട ഫ്ളാറ്റ് സമുച്ചയം സ്വപ്നം കണ്ടാണ് പലരും ഉണരുന്നതും ഉറങ്ങുന്നതും. കൊച്ചി കോർപ്പറേഷന്റെ കൽവത്തി, കോഞ്ചേരി, തുരുത്തി നഗരങ്ങളിൽ ദുരിതപൂർണമായ ജീവിതം നയിച്ചിരുന്ന കുടുംബാംഗങ്ങളെയാണ് പുനരധിവസിപ്പിക്കുന്നത്. പാർക്കിംഗ്, ലിഫ്റ്റ്, അംഗനവാടി, പൊതുവിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഫ്ളാറ്റ് ഡിസംബർ മാസത്തോടെ വാസയോഗ്യമാകുമെന്നതാണ് കൊച്ചി കോർപ്പറേഷന്റെ ഉറപ്പ്. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.